ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് അൽഷൈബ റിസോർട്ടിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. റിയാദിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടേക്ക്. നല്ല മരുഭൂമിയും കുന്നും മലകളുമായിട്ട് ഇങ്ങനെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. റിയാദിലുള്ളവർ മസ്റ്റ് ട്രൈ ആയിട്ട് പോകേണ്ട ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വേണം ഉള്ളിലേക്ക് കയറാൻ. ഇവിടേക്ക് പോകുന്നവരെ കുറച്ച് നേരത്തെ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് പകൽ കാണേണ്ട കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അടിപൊളി അതിനിട്ടോ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇവിടെ ഓരോ ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മജ്‌ലിസ് അറേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ പോയി ഞാൻ ഇരിക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാനുകൾ, മുയൽ, ഒട്ടക പക്ഷി അതൊക്കെ ഇങ്ങനെ പുറത്തു കൂടി ഇങ്ങനെ നമ്മുടെ അടുത്തു കൂടെ ഇങ്ങനെ നടന്ന് വരിക കേട്ടോ ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. മാനുകളൊക്കെ നമുക്കിങ്ങനെ തൊടുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ മാനിൻ്റെ അടുത്തേക്ക് പോകുന്നവരോ ഇവർക്ക് ഒരു പേടിയൊന്നുമില്ല കേട്ടോ. നല്ല ഇണക്കമുള്ള മാനുകളാണ് കണ്ടോ. ഇങ്ങനെ അടുത്തായിട്ട് നമുക്ക് അവരോട് തൊടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരുപാടെണ്ണം ഇങ്ങനെ അതിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മുയലിൻ്റെ വർഗത്തിൽപ്പെട്ട വേറൊരു ആനിമലാണ് കേട്ടോ. മുയലിനേക്കാളും കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഒട്ടക പക്ഷിയൊക്കെ ഇവരിന്ന് കൂട്ടിലാണ് ഇട്ടത്. ചില ടൈമിൽ ഇവർ തുറന്ന് വിടും കേട്ടോ ഇതിനെയൊക്കെ. ഒരുപാട് ആട് അങ്ങനത്തെ മൃഗങ്ങളൊക്കെ കൂട്ടിലുണ്ട് കേട്ടോ. ഇതാണ് കുതിര സവാരി. നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്താൽ അവർ അതിലെ കൂടെ ഫുള്ള് ചുറ്റി കാണിച്ചു തരും കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടവും ഓരോരോ ഇസ്ത്ര ആയിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിസ്കാരത്തിനാണെങ്കിലും ബാത്റൂമും എല്ലാ ഇതും ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നുമല്ല കേട്ടോ, നേരിട്ട് കാണാൻ. ഒരു കുന്നും മലൻ്റെ നടുക്കാണ് ഈ റിസോർട്ടുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ആടുകൾ, മാനുകളൊക്കെ ഇവർ കൂട്ടുന്ന പുറത്ത് വിടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇവർ കൂട്ടിൽ തന്നെയാണ് പോറ്റുന്നത്. വെറൈറ്റി മാനുകളൊക്കെ ഇവർ കൂട്ടിൽ തന്നെയാണ് കേട്ടോ, തുറന്ന് വിടുന്നില്ല. ഇതൊക്കെ പകൽ പോയാലേ ഈ മാനുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അവർ ഇങ്ങനെ നടക്കൊന്നുമില്ല. അന്നേരം പോകുന്നവരെല്ലാവരും പകൽ തന്നെ പോകാൻ നോക്കട്ടോ. ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ കാണാൻ. നല്ല റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ.
ഒട്ടക സവാരീൻ്റെ പുറമെ കുതിര സവാരി ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ നമ്മൾ വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇവിടെ. രാത്രിയത്തെ വ്യൂ വേറെ തന്നെ കേട്ടോ. ലൈറ്റുകളും നല്ല അടിപൊളി ആംബിയൻസുമാണ് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് കോഫി, ചായ, പിന്നെ സ്നാക്സ്, ഫുഡ് ഐറ്റംസൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. രാത്രി ആകുമ്പോഴേക്ക് ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഒരു അടിപൊളി ആക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഇവർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ പോയാൽ ഒരു പ്രത്യേകത എന്താ, പോരാൻ തോന്നില്ല. നല്ല ആംബിയൻസ് ആണ്. പിന്നെ മാനും നമ്മുടെ അടുത്ത് ഇങ്ങനെ മാനുകളൊക്കെ വരുന്നേരം വേറൊരു ലോകത്ത് പോരാണ് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നേരിട്ട് പോകുന്നേരം നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിൽക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.